in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസം 25 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം അതിൻ്റെ 18-19 വാക്യങ്ങൾ. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട. 19 വാക്യം, ഇതാ ഞാൻ പുതിയതായി ഒന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന അനേകരോട് ചോദിച്ചാൽ അവർ വിളിച്ചു പറയും, ഞങ്ങൾ പുതിയത് പ്രതീക്ഷിക്കുന്നവരാണ്. നമ്മുടെ സ്ഥലത്തൊരു പുതിയ ഹോട്ടൽ തുടങ്ങിയാൽ അവിടുത്തെ ആഹാരം ടേസ്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടി ആ പട്ടണത്തിലെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അല്ലെങ്കിൽ പക്ഷേ അത് ദിവസങ്ങൾ മാസങ്ങൾ കഴിയുമ്പോൾ അവിടെ പുതിയ അനുഭവത്തിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ആ ഹോട്ടലിനകത്ത് ആൾക്കാർ കയറാതാകും. കാരണം ഇന്നലകളിൽ കഴിച്ച അതേ അനുഭവത്തിലേക്കാണ് അത് പോകുന്നതെങ്കിൽ അത് പഴയതിനെ കാണിക്കുന്നതാണ്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഓരോ ദിവസവും പുതിയത് ചെയ്യുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കരയുന്നവരും ഭാരപ്പെടുന്നവരുമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കണ്ണുനീരിന് വലിപ്പമായി ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ ഈ സന്ദേശം നിങ്ങളോട് കൈമാറുമ്പോൾ നമ്മളോട് ദൈവം വിളിച്ചു പറയുന്നത്, മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട എന്നുള്ളതാണ്. ദൈവത്തിന് നമുക്ക് വേണ്ടി പുതിയത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഞാൻ വിളിച്ചു പറയുന്നത്, നമ്മൾ പുതിയതിലേക്ക് നടക്കണമെങ്കിൽ ഇന്ന് കർത്താവിനോട് നാം ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഇന്നുള്ള ആഹാരം എനിക്ക് തരണം, ഇന്നത്തെ എൻ്റെ വിടുതൽ എനിക്ക് വേണ്ടി വെളിപ്പെടുത്തണം. അങ്ങനെ നിങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമോ? പക്ഷെ നമ്മളിൽ അധികം ആൾക്കാരും ഇന്നലകളിൽ നടന്ന കാര്യങ്ങൾ കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ച രോഗം, കഴിഞ്ഞ മാസങ്ങളിൽ വന്ന കടബാധ്യത, കഴിഞ്ഞ മാസങ്ങളിൽ വന്ന ആക്സിഡൻറ്റ് കണ്ട് ഭയപ്പെട്ടുകൊണ്ട് ഇനിയും അത് സംഭവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിലേക്ക് നോക്കണമെങ്കിൽ നമ്മൾ തിരിയണം, അറിയാം. എന്നാൽ ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ ഇന്നത്തതിലേക്ക് നമ്മൾ മുമ്പോട്ട് നോക്കിയാണ്. മോശയോട് ചോദിച്ചാൽ മോശ പറയും, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്, യഹോവ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുക. ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണത്തില്ല. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ഇന്നലകളിൽ മിസ്രൈമിൻ്റെ വലിപ്പമാണ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഒരു വഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മളെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലകളുടെ അനുഭവങ്ങളാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. ഭയമുള്ള ആരെങ്കിലും ഈ പ്രഭാത സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇന്നത്തെ ഒരു അത്ഭുതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നിങ്ങൾ നോക്കാൻ തയ്യാറാകണം. അതേ നിലയിൽ തന്നെ ചിലവർ ഭയങ്കരമായി ഭാരപ്പെടുന്നവരാണ്, ഭയങ്കരമായി വിചാരപ്പെടുന്നവരാണ്. അവരോട് കർത്താവ് പറയുകയാണ്, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത്, ഇവയൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ എനിക്കൊരു പിതാവുണ്ടെന്നുള്ള ബന്ധത്തിനകത്ത് നിന്നുകൊണ്ട് എൻ്റെ മക്കൾ, അവരെ സ്കൂളിലെ ഫീസ്, അവരെ സ്കൂളിലെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ അവരുടെ കാര്യം ചെയ്തതിനെക്കുറിച്ചുള്ള ഭാരമല്ല, ഹല്ലേലൂയ, അവർ വന്ന അന്നത്തെ ആവശ്യങ്ങളാണ് എന്നോട് പറയുന്നത്. ഇതേപോലെ പിതാവുമായുള്ള ബന്ധത്തിനകത്ത് കർത്താവെ, ഇന്ന്
ഇന്ന് എൻ്റെ ആവശ്യത്തിൻ്റെ മേളിൽ അങ്ങ് പ്രവർത്തിക്കണമേ. ദൈവത്തിൻ്റെ ആ വഴികളെ നാം തിരിച്ചറിഞ്ഞാൽ അവിടെയാണ് ദൈവപ്രവർത്തികൾ വെളിപ്പെട്ട് വരുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ആ ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ദൈവത്തിന് പുതിയത് ചെയ്യാൻ കഴിയും. പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, അബ്രഹാം കൊടുത്ത ഒരു തുരുത്തി വെള്ളവും അപ്പവുമായിട്ട് ഇത് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടന്ന ശേഷം ഹാഗാർ ഇസ്മായിലിന്റെ മരണം കാണാൻ കഴിയാതെ ഇതാ ഒരു അമ്പിൻപാട് ദൂരത്ത് വന്ന് നിന്ന് കരയുകയാണ്. ഹല്ലേലൂയ. കരയുമ്പോൾ ദൂതൻ അവളോട് പറയാണ്, നീ ഭയപ്പെടുന്ന എന്തിനാണ്, നീ കരയുന്ന എന്തിനാണ്, നീ നിലവിളിക്കുന്ന എന്തിനാണ്? ബാലന്റെ നിലവിളി ഇതാ ദൈവം കേട്ടിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഹാഗാറിന്റെ കണ്ണ് ദൈവം തുറന്നു. അവൾക്ക് ഇതുവരെയും കാണാൻ കഴിയാത്ത ഒരു ഉറവ അവൾ കണ്ടു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കണ്ണുനീരിന്റെ നടുവിൽ, ഇന്ന് നിങ്ങളുടെ വേദനകളുടെ നടുവിൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരു ഉറവ നിന്റെ ജീവിതത്തിനകത്ത് തുറക്കാൻ പോവുകയാണ്. തീർന്നെന്ന് പറയുന്ന നിന്റെ ജീവിതം വിലാപത്തെ നൃത്തമാക്കാൻ കഴിയുന്നവൻ ഇതാ ഒരു അത്ഭുതമാക്കി തീർക്കാൻ പോവുകയാണ്. അതേ നിലയിൽ തന്നെ ഹിസ്കിയാവിനോട് ചോദിച്ചാൽ ഇതാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തി മരിച്ചു പോകും നിശ്ചയമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നടുമുറ്റത്തേക്ക് എത്തുന്നതിന് മുമ്പേ ഹിസ്കിയാവിന്റെ നിലവിളി ഇതാ സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. ഹിസ്കിയാവ് തന്റെ മുഖം ചുവരിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നലകളിൽ ഞാൻ നിന്റെ മുമ്പിൽ നടന്നതും ചെയ്തതും ഓർക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഉച്ചത്തിലൊന്ന് നിലവിളിക്കുമ്പോൾ ദൈവം അവന് വേണ്ടി 15 സംവത്സരത്തെ നീട്ടിക്കൊടുക്കുകയാണ്. ഇതുവരെയും കാണാത്തത് ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥന മുറിയിൽ നിങ്ങൾ കാണും. ഇതുവരെയും കേൾക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. ഇതാ പത്രോസിന്റെ പടകനെ തിരഞ്ഞെടുക്കുന്ന യേശു കർത്താവ് പത്രോസിന്റെ അനുഭവം അവൻ പറയാണ്, നാഥാ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, ഒരു ചെറിയ മീനെ പോലും ഞങ്ങൾക്ക് ലഭിച്ചില്ല. അത് ഇന്നലത്തെ അനുഭവമാണ്. യേശു കർത്താവ് പറയാണ്, ആഴത്തിൽ നീക്കി വലയിറക്കുക, നിന്റെ ഇന്നലത്തെ അനുഭവമല്ല, ഇതാ പെരുത്ത മീൻകൂട്ടം നിന്റെ വലയ്ക്കകത്ത് കയറാൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഭയങ്കരമായ ഒരു ആഴം. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി മരുഭൂമിയിൽ ഒരു വഴി തുറക്കാൻ പോവുകയാണ്. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു മാർഗവും തുറക്കാത്തടത്ത് നദികൾ ഒഴുകി വരാൻ പോവുകയാണ്. നിന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വലിയ മിറക്കിൾ, വലിയൊരു അത്ഭുതം ഇതാ നിനക്ക് മുമ്പിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ദൂതൻ നിനക്ക് മുമ്പിൽ ഇറങ്ങി വരാൻ പോകുന്നു. സെക്കരിയാവിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന ദൂതൻ നിന്നോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഇതാ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഇതേപോലെ നിന്റെ ആ ജോലിയുടെ പ്രതിസന്ധിയിൽ, നീ കടന്നു പോകുന്ന കുടുംബത്തിന്റെ അനുഭവത്തിനകത്ത് ഇതാ നിനക്ക് വേണ്ടി ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദൂതന്മാർ പ്രത്യക്ഷമാകാൻ പോവുകയാണ്. അസാധാരണമായി നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്നത് പോലെ ജീവിതത്തിനകത്ത് എല്ലാ പ്രതീക്ഷയും തീർന്ന നൈല വിധവ കരഞ്ഞുകൊണ്ട് ആ ജനത്തോടു കൂടെ മകന്റെ ശവമഞ്ചവും ചുമന്ന് മുമ്പോട്ട് വരുമ്പോൾ അവിടെ കണ്ണുനീരിനെ യേശുവിന് തുടയ്ക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക, നിന്റെ കണ്ണുനീരിനെ ദൈവം അത്ഭുതമാക്കാൻ പോവുകയാണ്. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കിയാണ്. നിനക്ക് വേണ്ടി ഒരു പുതിയ അത്ഭുതത്തെ ദൈവം ചെയ്യാൻ പോകുന്നു. ദുഃഖിച്ച് നിൽക്കുന്നവർക്ക് ഇതാ സന്തോഷത്തെ ദൈവം പകരാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി ഇതാ എൻ്റെ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. എൻ്റെ ദൈവം പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു. അത് ഇവരുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ വെളിപ്പെട്ട് വരുന്നതിനായി നന്ദി. ഇന്നത്തെ ദിവസം ഒരു സാക്ഷ്യത്തിൻ്റെ ദിവസമാവുകയാണ്. ഇന്നത്തെ ദിവസം നാളുകൾ കാണാത്ത ജോലിയുടെ വാതിൽ തുറക്കുകയാണ്. ഇന്നത്തെ ദിവസം നാളുകൾ കാണാത്ത ആ സാമ്പത്തിക വഴികൾ തുറക്കുകയാണ്. ഇന്ന് തന്നെ ഇവരുടെ അത്ഭുതം കാണാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഇവരുടെ മേളിൽ പുതിയത് സംഭവിച്ചതിനായി സ്തോത്രം. ദൈവം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ഫോളോ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ള ഒരു സുഹൃത്തിന് കൂടെ നിങ്ങളുടെ വാട്സാപ്പ് വഴി അയക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇതിടാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർ ഈ ലിങ്കുകൾ ശ്രദ്ധിക്കും. ഹല്ലേലൂയ. അവരുടെ ജീവിതത്തിനകത്ത് ഇന്ന് കാണുന്ന ആ പ്രശ്നത്തെ അവർ ജയിക്കാൻ പോവുകയാണ്. കാരണം ദൈവവചനത്തിന് ശക്തിയുണ്ട്. ഏത് പാറയും ഇത് തകർക്കും. ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ആ അടുത്തുള്ള സുഹൃത്തിന് ഇത് അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരു ഓഡിയോ മെസ്സേജോ ഒന്ന് ടൈപ്പ് ചെയ്ത് വിടണം, ഈ മെസ്സേജ് എൻ്റെ തൊട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്തും അന്നിതൊരു അത്ഭുതമായി മാറാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ചേർന്നുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ ഉയർച്ചയ്ക്കായി എഴുന്നേൽക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. അതേപോലെ ഒരു സന്തോഷ വാർത്തയെ കൂടെ, എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് സൂമിൽ 6 മണിക്ക് ആരാധനയുണ്ട്. ആയിരങ്ങളുടെ വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മൾ അതിൽ കണ്ടു കഴിഞ്ഞു. നിങ്ങളും അതിനകത്തേക്ക് വേഗത്തിൽ ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ വിളിച്ചുകൊണ്ട് സൂം ഐഡികളെ കളക്ട് ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് ദൈവം മറുപടി തരും. നമുക്ക് നേരിട്ട് കാണാം. നിങ്ങളെ സൂമിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. എങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.